പത്തനംതിട്ട തിരുവല്ലയിൽ കാർ വാഷിംഗ് സെന്ററിൽ തീപിടുത്തമുണ്ടായി. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഈ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീരാജ് ബാബുവിന്റെ വിവരങ്ങളുമായിട്ട്. ശ്രീരാജ്, തീ അണയ്ക്കൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ടോ? ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ അപകട കാരണം? എന്താണ് ഏറ്റവും ഒടുവിലെ വിവരം? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അഗ്നിശമന സേന പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന്റെ കാരണമെന്നാണ്. കൂടുതൽ പരിശോധനകൾ വേണ്ടിയിരിക്കുന്നു. പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. പെരുന്തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന തിരുവല്ല പെരുന്തുരുത്തിയിലുള്ള വാഷിംഗ് സെന്ററിനാണ് തീപിടുത്തം ഉണ്ടായത്. 2 ജീപ്പുകളും അതുപോലെ തന്നെ 2 കാറുകളും കത്തി നശിച്ചു. ഏകദേശം 60 ലക്ഷത്തിന് മുകളിൽ രൂപയുടെ നാശനഷ്ടം ഉണ്ടായതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കരുതുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ് തീപിടുത്തത്തിന് കാരണമായി. എന്തായാലും അതിൽ കൂടുതൽ പരിശോധന വേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരുവല്ലയിൽ നിന്നടക്കം എത്തിയ അഗ്നിശമന സേന യൂണിറ്റുകളാണ് പുലർച്ചെ എത്തി തീ അണച്ചത്. തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. മറ്റ് സമീപത്തെ കടകളിലേക്കും തീ പടരുമെന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായ ഇടപെടൽ പുലർച്ചെ തന്നെ നടത്തിയത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഫയർ യൂണിറ്റുകൾക്ക് എത്താൻ സാധിച്ചത് തീ വേഗം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. എന്തായാലും തീ നിലവിൽ നിയന്ത്രണ പ്രശ്നമില്ല. ഏകദേശം 60 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതാണ് മനസ്സിലാക്കുന്നത്. ശരി, ശ്രീരാജ് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട തിരുവല്ലയിൽ കാർ വാഷിംഗ് സെന്ററിൽ തീപിടുത്തം.